പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, ഒരു യോഗ്യതയും പറയാനില്ല. കർത്താവ് ശിഷ്യന്മാര് പറയടാ, നിങ്ങൾ അവിടെ വരെ ഒന്ന് പോകും. നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു കഴുതയെ കെട്ടിയിട്ടിരിക്കുന്നത് കാണും. നീ പറഞ്ഞാൽ മതി അവിടുത്തെ യജമാനോട്, എനിക്കതിനെ കൊണ്ട് ആവശ്യമുണ്ട്, എനിക്കതിനെ കൊണ്ട് ആവശ്യമുണ്ട്. എല്ലാരും തള്ളിക്കളഞ്ഞാണെങ്കിൽ യജമാനൻ കെട്ടിയിട്ടതാണെങ്കിലും കെട്ടപ്പെട്ട് കിടക്കുന്നതിനെ അഴിച്ചു പുറത്തെടുക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന്. ആര് കെട്ടിയാലും യജമാനൻ ആവശ്യമുണ്ടെങ്കിൽ ആ കെട്ട അഴിഞ്ഞിരിക്കും. ആരോടൊക്കെ ദൈവാത്മാവ് ഇത് പകലിൽ ദൂത് പറയാ. ആര് കെട്ടിയിട്ടാലും എന്തൊക്കെ കെട്ട് കെട്ടിയാലും യജമാനൻ ആവശ്യമുണ്ടെങ്കിൽ നിന്റെ കെട്ടിനെ എന്റെ തമ്പുരാൻ പൊട്ടിക്കും. കാരണം ആവശ്യമുള്ളത് ഏതെങ്കിലും സഭയ്ക്കോ ഏതെങ്കിലും വ്യക്തിക്കോ ഏതെങ്കിലും കമ്പനിക്കോ അല്ല, എന്റെ യജമാനൻ ആവശ്യം. എനിക്കറിയാം എവിടെയൊക്കെയോ വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുക. ആത്മാവിൽ ആരാധിക്കുന്ന ജനത്തിന് അത് തിരിച്ചറിയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുക. എവിടെയൊക്കെയോ കെട്ടപ്പെട്ടു പോയതിനെ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയാ, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ആരും നിന്നെ എഴുതി തള്ളട്ടെ, ഏത് സ്കൂളും നിന്നെ എഴുതി തള്ളട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ വിരളയുണ്ട് നിന്നോട് പറയുന്നു, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. എന്തിനാ എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുള്ളത്? എനിക്ക് വിജയപ്രവേശനം നടത്തണമെങ്കിൽ എനിക്ക് നിന്നെ വേണം. For my triumphal entry, എനിക്ക് കരഘോഷത്തോടെ ജനത്തിന്റെ ആരവത്തോടെ എനിക്ക് നിന്റെ കുടുംബത്തിലും നിന്റെ സമൂഹത്തിലും പ്രവേശിക്കണമെങ്കിൽ എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഒരു കഴുതയെ ആവശ്യമുണ്ട്. I need a donkey. എനിക്കൊരു കഴുതയെ ആവശ്യമുണ്ട്. കഴുതയ്ക്ക് പറയാനൊരു സാക്ഷ്യമുണ്ട്. ഒരു യോഗ്യതയും എനിക്ക് പറയാനില്ല, കൃപയൊന്നു മാത്രമാണ്. എത്ര പേര് ഇന്ന് പകലിൽ ആ കഴുതയാകണമെന്നൊന്ന് ആഗ്രഹിക്കുന്നുണ്ട്? എവിടെയൊക്കെയോ കഴുതയായി തുടങ്ങി, കുതിരയായി മാറി, സിംഹമായി മാറി. പക്ഷെ ഇന്നൊന്ന് തിരിച്ചു ചിന്തിച്ചിട്ടൊന്ന് പറഞ്ഞേ, ഇല്ല, ഞാൻ ആ പഴയ കഴുതയാ. ആരുമില്ല എന്റെ കൂടെ. സ്വോത്രം 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 സ്വോത്രം. കഴുതയായി മാറാൻ പത്രോസിനോട് പറഞ്ഞടാ, നീ വല വീശി, ഞാൻ നിനക്ക് മീനെ തരാം. ശൂന്യതയിൽ ഇറങ്ങി വന്നവന് മീനെ കൊടുത്തിട്ട് അവനോട് പറഞ്ഞു, നീ വിട്ടേച്ച് പാടാ, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. 3 വട്ടം തള്ളിക്കളഞ്ഞെങ്കിലും ദൈവത്തിന് അവനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഈ കഴുതയെ കുറിച്ച്, ഈ പത്രോസിനെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന്. പെന്തക്കോസ്ത് സഭയ്ക്ക് മൂലക്കല്ലിടാൻ ദൈവം കണ്ട ദൈവത്തിന്റെ അഭിഷക്തനാ പത്രോസ്. തള്ളിക്കളഞ്ഞാലും മാർവോട് ചേർത്ത് പിടിക്കും. പത്രോസ് പറയും, ഒരു യോഗ്യതയും എനിക്ക് പറയാനില്ല, കൃപയൊന്നു മാത്രമാണ്. ഇന്ന് പകലിൽ ഞങ്ങളെ കേൾക്കുന്ന ദൈവജനമേ, ലൈവിലൂടെയും ഈ ഹോളിലും കടന്നു വന്ന് ഞങ്ങളുടെ ശുശ്രൂഷ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ആത്മാവിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, നമുക്കൊരു യോഗ്യതയുമില്ല, ഞങ്ങൾക്കൊരു യോഗ്യതയുമില്ല. സ്റ്റേജിൽ നിൽക്കുന്നവർക്കും ശുശ്രൂഷിക്കുന്നവർക്കും ഒരു യോഗ്യതയുമില്ല, കൃപയൊന്നു മാത്രമാണ്. ആ ദൈവം നിങ്ങളെ വിടിയിപ്പാൻ ശക്തനാണ്. കാരണം ഒരൊറ്റ കാരണമാണ്, യജമാനന് ഈ കഴുതയെ കൊണ്ട് ആവശ്യമുണ്ട്. നന്ദിയുള്ള ഹൃദയത്തോടൊന്ന് പാടാമോ? നന്ദിയുള്ള ഹൃദയത്തോടൊന്ന് പാടാമോ? ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം, കൃപയൊന്നു മാത്രം, കൃപയൊന്നു മാത്രം. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കും, എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കും. സ്വർഗത്തിലേക്ക് മാത്രം നോക്കി, ഉയരങ്ങളിലേക്കൊന്ന് നോക്കി. ഒരു യോഗ്യതയും പറയാനില്ലാതെ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു
വാഴ്ത്തുന്നേ, ചേർന്ന് വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവേ. കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തി പാടാമോ? വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവേ. കൃപയാൽ വിടുവിച്ച നല്ല ദൈവത്തിൽ, നമ്മളെ ഇതുവരെയും അത്ഭുതമായിട്ട് നടത്തിയ നല്ല ദൈവത്തിൽ, നമ്മുടെ രാജാതി രാജാവും കർത്താതി കർത്താവുമായ നമ്മുടെ നല്ല ദൈവത്തിൽ ആ കരങ്ങളെല്ലാം ഉയർത്തി 3 വർഷം ഉറക്കി ഹല്ലേലൂയ പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഭാരം എത്ര വലുതാണെങ്കിലും ഈ ആരാധന മധ്യത്തിൽ നിങ്ങളെ വിടിവിപ്പാൻ എന്റെ ദൈവം ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഒരു യോഗ്യതയെ പറയാനിരുന്ന നമ്മളെ ഇതുവരെയും എന്റെ ദൈവം നടത്തിയെങ്കിൽ തുടർന്നും ഈ ദൈവം നടത്താൻ ശക്തനാണ്. ഇന്ന് നിങ്ങൾ ഈ ആലയത്തിൽ കടന്നു വന്നപ്പോൾ ഏത് വിഷയമായി ഭാരപ്പെട്ടാണ് നിങ്ങൾ വന്നത്, ആ വിഷയത്തെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. അപ്പൻ ഇപ്പം നിങ്ങൾക്ക് മറുപടി തരും. ഈ നിമിഷം വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ക്ഷണത്തിലല്ലോ അത് സംഭവിച്ചത്. ക്ഷണത്തിൽ ചിലത് ചെയ്യാൻ എന്റെ തമ്പുരാൻ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ലൈവിൽ കാണുന്നവരും ഈ ഫ്ലോറിലുള്ള പ്രിയപ്പെട്ടവരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ തോമസ് തടത്തിൽ അച്ഛൻ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയ ദേവദാസൻ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇന്ന് ഈ പകലിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം കരുതി വെച്ചിട്ടുണ്ട്. ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.